നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ആവാൻ കാരണം ഒരാളുണ്ടോ? എന്റെ കൊച്ച്. ആ അതെവിടെ? കുഴിപ്പള്ളത്ത്. അവിടെ ഇരുന്നാ മതിയോ? പിന്നെ അതിനൊന്ന് കാണണോന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ? എത്ര ദിവസമായി ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട്? എടാ എനിക്ക് അവളെ കാണുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അവള് വരണ്ടേ? അവക്ക് കുളിപ്പഴത്ത് നിൽക്കാൻ ആഗ്രഹം. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ചേച്ചിയുടെ കടമയില്ലേ? എടാ അതിന് അവള് വരണ്ടേ? അച്ഛനും അമ്മയും വിടണ്ടേ? അച്ഛനും അമ്മയും വിടണ്ടെങ്കിൽ പറയണം. എനിക്ക് എന്റെ കൊച്ചാണ്, അവിടെ മാമനൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവരണം. അങ്ങനെ പറ. മാമന് കാണാൻ ആഗ്രഹം ഉണ്ട്. മാമന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാമൻ കുഴിപ്പള്ളത്ത് പോയി കണ്ടിട്ട് വാ. മാമനാണ്, അല്ലാതെ മാതാവല്ലല്ലേ. മാതാപിതാ ഗുരുദേവോ എന്നാണോ അതിനകത്ത്? മാമനോടെ മാതാപിതാ ഗുരു മാമൻ ദൈവം എന്നാണോ? അല്ലല്ലോ, മാതാവാണ് ഫസ്റ്റ്. അപ്പൊ മാതാവിന്റെയാണ് ഉത്തരവാദിത്തം. അതെ അതെ അതെ. എന്റെ കൊച്ചു എന്റെ കെട്ടിയോന്റെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ മരുമോള് എന്റെ അളിയന്റെ വീട്ടിൽ നിൽക്കുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു, നീ പോയി കണ്ടിട്ട് വരാൻ. പക്ഷെ മാതാവല്ലേ പോയി വിളിച്ചോണ്ട് വരണ്ടേ? എടാ നിനക്ക് കാണാതെ നീ പോയി വിളിച്ചോണ്ട് വാടാ. പറ്റില്ല, ചേച്ചി എന്നെ കൊണ്ടത് കാണിക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്റെ മരുമോള് എന്റെ ഇവിടെ ഈ വീട്ടിൽ നിർത്തുവോ? ഇച്ചിരി സമാധാനം തരുവോ? ഈ വീട്ടിൽ ഒരാൾക്ക് ഇരിക്കാനും പറ്റത്തില്ല, നിൽക്കാനും പറ്റത്തില്ല. എന്തൊരു വഴക്കായത്? അത് ഞാനല്ല വഴക്കുണ്ടാക്കിയത്, അമ്മയുടെ ഈ മോനാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ ലച്ചു ഇച്ചിരി ശബ്ദം കുറയ്ക്കില്ല. എവിടെ കേൾക്കാമെന്നറിയോ? എവിടെ കേക്കാ? റോഡ് മുഴുക്ക കേക്കാം. ഓ, ഇപ്പൊ ഞാനാണ് ശബ്ദം ഉണ്ടാക്കണത്. ഇപ്പൊ അമ്മമ്മയല്ലേ ശബ്ദം ഉണ്ടാക്കണത്. ഇനി എന്റെ വേളി കുതിര കയറിക്കോ. ഞാൻ പറയുന്നതാണല്ലോ ഇവിടുത്തെ കുഴപ്പം. என்ன இங்க பிரச்சனை? സാധാരണ നടക്കുന്ന പ്രശ്നം തന്നെ, അടി. പാറു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായം പറയരുതെന്ന്. ഇനി ആ കൊച്ചിനെ വെക്കിട്ട് കയറ്. അപ്പൊ ഞാനാണല്ലോ കുറ്റക്കാരി. അതെ, അമ്മൂമ്മ എന്നെയാണ് കുറ്റക്കാരി. ഞാൻ എന്താ കുറ്റം ചെയ്തടി? പിന്നെ ഞാൻ എന്ത് കുറ്റാ ചെയ്തത്? അമ്മൂമ്മ എന്തിനാ എന്നോട് ചൂടാവണത്? നീ എന്തിനാ എന്നോട് ചൂടാവുന്നത്? എന്തിനാ? എന്റെ അമ്മൂമ്മ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് കയറിട്ടാ. അമ്മ എന്തോന്ന് സൗണ്ട് അമ്മ? ഒന്ന് പതുക്കെ ശാന്തമായിട്ട് സംസാരിക്കണം. എവിടെ കേക്കാന്നറിയാം അമ്മേരെ സൗണ്ട്? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാണ്. ഉള്ള എല്ലാരും വന്നിട്ട് എവിടെ കേക്കാന്നറിയോ സൗണ്ട്? എവിടെ കേക്കാന്നറിയോ? ശരിക്കും ഇത് എവിടാണ് കേക്കണത്? എടാ വേറെ എവിടെ? റോഡില്. അമ്മ ഒരു കാര്യം ചോദിക്കട്ടാ, അമ്മേരെ തൊണ്ടയിൽ വല്ല ആംപ്ലിഫയറും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? കാര്യം പതുക്കെ പറഞ്ഞ ഞങ്ങൾക്കൊക്കെ കേക്കാം, ചെവി ഉണ്ട് കേട്ടാ. ഞാൻ പറയുന്നത് മാത്രമേ ഇപ്പൊ വെളിയിൽ കേൾക്കുന്നുള്ളൂ, വേറെ ആരും പറയുന്നത് കേൾക്കുന്നില്ല. അമ്മേരത്ര പ്രശ്നം ഇവിടെ ആർക്കും ഇല്ല അല്ലേ ചേച്ചു? അമ്മൂമ്മയുടെ ശബ്ദം എന്നൊക്കെ പറയാ മറ്റേ ചീവിടേക്കാളും കഷ്ടമാണ്. നിങ്ങൾ തുളച്ച് തലേ കയറും. അമ്മാതിരി സൗണ്ടാണ് അമ്മൂമ്മയുടെ. ഒരുമാതിരി കോളാമ്പിര സൗണ്ട് പോലെ. പണ്ടത്തെ സൗണ്ട് സെറ്റ് ഇല്ലേ, അത് മൈക്ക് സെറ്റ് തന്നെ. അടുത്ത ചിരി ഒരുമാതിരി കോളിമ്പല്ലടിക്കും പോലെ. ഒരാള് കോളാമ്പി, ഒരാള് കോളിംഗ് ബെല്ല്. അമ്മൂമ്മേ, ആദ്യം അമ്മൂമ്മയുടെ ശബ്ദത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ പറ്റും. ചേച്ചി എവിടെ പോണ്? എന്റെ മരുമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് താൻ പോയാ മതി. എവിടെ? കനകം, എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അല്ല, ലച്ചു പറയുന്നത് പോലെ ചെവിക്കകത്ത് തുളച്ചു കയറുന്ന പോലെ തോന്നുന്നുണ്ടോ? எனக்கொன்னும் தோணல. அம்மா நான் ஒன்னு கேட்கவா? என்னோட சிரிப்பு வந்து காலிங் பெல் மாதிரி இருக்கா? എനിക്ക് അങ്ങനെയൊന്നും തോന്നിട്ടില്ല, നല്ല ചിരിയാ. ഒന്ന് ചിരിച്ചേ. நல்ல சிரிப்பு தானே? നല്ല ചിരിയാ. பின்ன ஏன் அப்படியெல்லாம் சொன்னாங்க? എനിക്ക് അറിഞ്ഞൂടാ. ஆமா, நீங்களும் வருத்தப்படாதீங்க, சும்மா சொன்னது. ஒருவேளை அப்படி ஆயிருக்குமோ? ഒന്നുമില്ല. ഷുവർ தானே? ഷുവർ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.